മത്തിക്കറിയുടെ റെസിപ്പിയാണ്. ഒരു പാൻ വെച്ച് 1/2 സ്പൂൺ കുരുമുളക്, 5 കാശ്മീരി മുളക്, ഫുൾ മുളക് കേട്ടോ, 1/4 സ്പൂൺ പെരിഞ്ചീരകം, 1/4 സ്പൂൺ നല്ല ജീരകം ഇതിട്ട് നല്ലോണം വറുക്കുക. ഒരു 10 മണിക്കൂർ വെന്തയം അതൊട്ട് നല്ലോണം വറുക്കുക. വറുത്ത ശേഷം ഇറക്കി വെക്കുമ്പോൾ അതിൽ കുറച്ച് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് ഇളക്കുക. നല്ല ഇളക്കി ഒരു 5 സ്പൂണ് തേങ്ങ ചിരകിയതും ചേർത്ത് ഒരു തക്കാളിയുടെ പകുതിയും 2 പച്ചമുളകും ഒരു തുള്ളി ഇഞ്ചിയും ചേർത്ത് നല്ല പട്ടുപോലെ അരക്കുക. കുറച്ച് ഒരു രണ്ടല്ലി ഇല്ലി കറിവേപ്പില അതും ഊരി വറുക്കുമ്പോൾ അതിലിട്ട് വറുത്ത ശേഷം ഇതൊന്നിച്ച് മിക്സിയിലിട്ട് പട്ടുപോലെ അരക്കുക. എന്നിട്ട് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 4 ചുവന്നുള്ളി അരിഞ്ഞ് 2 മണി ഉലുവ ഇട്ട് കറിവേപ്പിലയും ഇട്ട് വറുത്ത് അതിലേക്ക് ഒരു അര തക്കാളി കൂടി മുറിച്ചിട്ട് വഴറ്റുക. ഒരു 2 പച്ചമുളകും നീളത്തിലരിഞ്ഞ് അതും ഇട്ട് വഴറ്റുക. അതിനുശേഷം ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് നല്ലോണം ഇളക്കുക. ഞാൻ ഇത് ചെയ്ത ശേഷമാണ് ഈ മീൻ കഴുകി വൃത്തിയാക്കിയത്. എന്നിട്ട് നല്ല വെന്ത ശേഷം മീൻ ഇതിലിടുക. ഇനി ഇത് നല്ല വെന്ത ശേഷം 2 കുടംപുളിൻ്റെ കൂടെ കേട്ടോ, അങ്ങനെ 2 കുടംപുളി. ഈ അരക്കുമ്പോൾ തന്നെ കുറച്ച് വാളംപുളി, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി ഇട്ട് അതും ഇട്ട് അരക്കണം. എന്നിട്ടാണ് ചേർക്കേണ്ടത്. ഞാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഇനി ഇത് നല്ല തിളച്ച ശേഷം മൂടി വെക്കുക. ഇത് നല്ലവണ്ണം മീൻ വേകണം. ഒരു 10 മിനിറ്റെങ്കിലും ചെറുതീയിൽ മീൻ വേവിക്കണം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും നേരെ തൂവി അതിനെ ഇറക്കി വെക്കുക. ഇത് നമുക്ക് പിറ്റേ ദിവസം കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാവും. ഓക്കെ, അസ്സലാമു അലൈക്കും.